ഹലോ ഗൈസ്, നമസ്കാരം. പിന്നെ ഇപ്പോൾ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയും അമേരിക്കയിലെ സമരങ്ങൾ പൊട്ടിപ്പിളരുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ജെഫ്രി എപ്സ്റ്റീൻ ഫയൽ എന്ന് വെച്ചാൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിലും ഇപ്പോഴും എന്തെന്നറിയാത്ത ജനങ്ങൾ പോലും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ചുരുക്കി തന്നെ പറയാം, കുറച്ച് നീണ്ടുപോകും, എന്നാലും ക്ഷമിക്കണം. പിന്നെ എന്തെന്ന് വെച്ചാൽ, ഈ ജെഫ്രി എന്ന് പറയുന്ന വ്യക്തി ന്യൂയോർക്കിൽ ജനിച്ച് വളർന്ന് അവിടെ സാധാരണ രീതിയിൽ ജീവിതം കൊണ്ടുപോയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എവിടുന്നോ ഒരു കളർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി ഒരു പ്രമുഖ സ്കൂളിൽ ജോയിൻ ചെയ്ത് ഫിസിക്സ് മാത്തമാറ്റിക്സ് ആയി അധ്യാപകനായി മാറി. ആ അധ്യാപകനായി മാറിയതിനിടയ്ക്ക് ഈ കുട്ടികളിൽ ആരാണോ പണക്കാരുടെ കുട്ടികൾ അദ്ദേഹം നോട്ടം വെച്ചിരുന്നു. ആ കുട്ടികളുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നല്ലൊരു ബാങ്കിൽ ഒരു ജോലി തരപ്പെടുത്തി ബാങ്കിൽ ജോലിക്ക് കയറി. അങ്ങനെ ആ ബാങ്കിൽ നിന്ന് അവിടുത്തെ മില്യണർ ആരാണോ എന്ന് നോക്കിക്കൊണ്ട് അവർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പണം ചെലവഴിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. അങ്ങനെ അവസാനം അദ്ദേഹം അവരുടെ പണമൊക്കെ കയ്യിലാക്കി നിങ്ങൾക്ക് ബിസിനസ് പറഞ്ഞു തരാം എന്നുള്ള രീതിയിൽ അവസാനം ഈ അമേരിക്കയിൽ ഇദ്ദേഹം ഒരു ഐലൻഡ് തന്നെ വാങ്ങിക്കുകയാണ്. ഐലൻഡ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ മ്യൂസിക് ക്ലാസ്, ഈ VIP സെറ്റപ്പിൽ മ്യൂസിക് ക്ലാസ് തുടങ്ങാമെന്ന രീതിയിലാണ് അദ്ദേഹം അവിടെ ഐലൻഡ് വാങ്ങിക്കുന്നത്. അങ്ങനെ അവിടെ ബിൽഡിംഗ് ഒക്കെ പണിയുന്നു. അവിടെ അവസാനം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ ക്രൂരവുമായതും ദയനീയമായ സംഭവങ്ങളാണ്. നമുക്ക് പറയാനോ ചിന്തിക്കാനോ പോലും പറ്റാത്ത സംഭവങ്ങളാണ് അവിടെ നടന്നത്. എന്താണെന്ന് വെച്ചാൽ അതിൽ നടന്നതിൽ ഉൾപ്പെട്ട ആൾക്കാരെ നോക്കുമ്പോൾ അതിലും അത്ഭുതമാണ്. ഈ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ വളരെയധികം റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആരെയോ 100% നമ്മൾ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാണുന്ന വ്യക്തി, ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും അവിടെ പോയിട്ട്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അദ്ദേഹം ജെഫ്രി എപ്സ്റ്റീൻ്റെ ഇമെയിൽ ഇദ്ദേഹത്തെ വളരെയധികം കുറേ വട്ടം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇമെയിൽ അയച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇദ്ദേഹം അവിടെ പോയത്? അവിടെ പോകേണ്ട ആവശ്യം എന്താണ്? ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതുപോലുള്ള ക്രൂരന്മാരായ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. നമ്മൾ സേഫാണ്, നമ്മുടെ നാട്ടിലല്ലല്ലോ, ഇത് വല്ല അമേരിക്കയിലാണല്ലോ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലും എത്തിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഡൽഹിയിൽ 15 ദിവസം കൊണ്ട് എത്രയോ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും കാണാണ്ടായതിൻ്റെ തെളിവ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ അടുത്ത് ഇതെത്തിയിട്ടുണ്ട്. ഇതേ ചരിത്രം നമ്മുടെ നാട്ടിൽ മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്റർനാഷണൽ ലെവൽ അല്ല എന്നേ ഉള്ളൂ. പെൺകുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ച് അവരുടെ മാംസം കഴിച്ച ചരിത്രം വരെ നമ്മുടെ നാട്ടിലുണ്ട്, ഇന്ത്യയിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇത് സേഫാണെന്നല്ല. ഇത്രയും ക്രൂരന്മാരായ ഭരണാധികാരികൾ നമ്മുടെ ഇടയിൽ സൂക്ഷിച്ചിരിക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.